എൻ്റെ വീട്ടിൽ ആത്മീകത്തിൽ നിന്ന് എൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കാതെ ഇറങ്ങിപ്പോയ ചിലരെ പണ്ടവരിയ്ക്കുമായിരുന്നു, എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കൂടെ യോഗത്തിന് വരുമായിരുന്നു. ആരെയൊക്കെയോ നോക്കി, ഏതൊക്കെയോ ശൂന്യതകളെ നോക്കി ഇറങ്ങിപ്പോയ ചിലരെ. Glory to Jesus. Hallelujah. സ്തോത്രം ചെയ്തേ. പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് പകൽക്കാലം തിരിച്ചു കേറ്റട്ടെ. ദൈവാത്മാവിൽ സ്തോത്രം ചെയ്യ്. നിന്റെ സന്തതിയെ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു കേറ്റട്ടെ. നിന്റെ ഹല്ലേലൂയ മുടിയൻ പുത്രനെ പോലെ, ധൂർത്ത് പുത്രനെ പോലെ ഇറങ്ങിപ്പോയ ചിലരെ എൻ്റെ കർത്താവ് തിരിച്ചു കേറ്റട്ടെ. ജോലി സ്ഥലത്ത് നിന്ന് നിന്നെ ഡിസ്മിസ് ചെയ്തെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം ഇടപെടട്ടെ. നിന്നെ ഇറക്കി വിട്ട സ്ഥലത്തേക്ക് സ്വർഗം നിന്നെ തിരിച്ചു കേറ്റട്ടെ. നിന്റെ നന്മയുടെ പാളയത്തിലേക്ക് സ്വർഗം നിന്നെ തിരിച്ചു കേറ്റട്ടെ. നിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് നിന്നെ ഇറക്കി വിട്ട സ്ഥലത്ത് നിന്ന് സ്വർഗം നിന്നെ തിരിച്ചു കേറ്റട്ടെ. അതിനെന്തൊക്കെ വേണോ അതെല്ലാം ചെയ്യാൻ ഈ പ്രാർത്ഥനാ ദിവസം ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ തരങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, കർത്താവേ, ഈ പ്രാർത്ഥനയുടെ 5ാമത്തെ ദിവസം പടകുപേക്ഷിച്ചു പോകാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്ര സാധാരണ മുക്കുവന്മാർ പടക് കൊണ്ടല്ല വീട്ടിൽ പോകുന്നത്, അതെവിടെയെങ്കിലും ഹല്ലേലൂയ കെട്ടിയിട്ടിട്ട് പോകും. എന്നാൽ ഇന്ന് പകലിൽ സ്വർഗം പറയുന്നു, പടകുപേക്ഷിച്ചു പോകാൻ ഒരുങ്ങുന്നവനെ തിരിച്ചു പടകിൽ കയറ്റുന്ന ഒരു ഉണ്ട്. അതുപോലെ ഇന്ന് പകൽക്കാലം ആത്മീക ഉപേക്ഷിച്ച് പോകുന്നവരെ, എമ്മൗസിലേക്ക് പോയവരെ തിരിച്ച് യെരൂശലേമിലേക്ക് കയറ്റിയ യേശു ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇറങ്ങിപ്പോകുന്നവരെ തിരിച്ചു കയറ്റുന്ന കർത്താവിന്റെ കൃപ എല്ലാവരും അനുഭവിക്കണം, എല്ലാ കുടുംബങ്ങളും അനുഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കേണ്ടതിന് നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ പകൽക്കാലം വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇറങ്ങിപ്പോയി, പടകിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരെ കർത്താവ് പറഞ്ഞു, സ്തോത്രം, തിരിച്ചു പടകിൽ കയറടാ എന്ന് പറഞ്ഞ് ഒരധികാരത്തോടെ അല്ല, പിന്നെയോ വളരെ വിദഗ്ധമായ രീതിയിൽ യേശു ചോദിച്ചു, ഒരല്പം കരയിൽ നിന്ന് നീക്കാമോ? ആ ചോദ്യത്തിന് മുമ്പിൽ മുക്കുവന് തിരികെ കയറേണ്ട വന്നു. സ്തോത്രം. ആ തിരികെ കയറ്റം യേശുവിനെ സഹായിച്ചൊരു സഹായമല്ലായിരുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതത്തിലേക്കുള്ള വഴിത്തിരിവായിരുന്നു. ഞാൻ ഇങ്ങനെ പറയാം, ആ തിരികെ കയറ്റം ആരോടോ ദൈവം വ്യക്തിപരമായി പറയുന്നു, ബ്രദറെ, നിന്നെ തിരിച്ചെങ്ങനെയെങ്കിലും കൃപയിലേക്ക് കയറ്റാൻ ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ മനസ്സ് മടുത്തിറങ്ങിപ്പോന്നവനാ, നീ ഇനി തിരിച്ചു കയറില്ലെന്ന് പറഞ്ഞവനാ, നീ ജീവിതത്തിൽ കയ്പ് അനുഭവിച്ചവനാ. അല്ലയോ സഹോദരി, നിന്റെ പ്രായം എന്താണെങ്കിലും നീ ഇനി ആര് പറഞ്ഞാലും പോകില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവളാ. പക്ഷെ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വർഗം തിരിച്ചു കയറ്റിയാൽ ഇനി നീ കാണാൻ പോകുന്നത് ആരും കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ വലിയ കൃപകളെയാണ്, വലിയ അത്ഭുതങ്ങളെയാണ്. ആരും കണ്ടിട്ടില്ലാത്തത്, അതിലേക്കാണ് സ്വർഗം നിന്നെ തിരിച്ചു കയറ്റുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിന്നോട് സ്നേഹത്തോടെ പറയുന്നു, മോനെ, തിരിച്ചു കയറ്. നീ വന്ന ആ കൃപയിലേക്ക് തിരിച്ചു കയറ്, നിന്റെ ആത്മീകത്തിലേക്ക് തിരിച്ചു കയറ്, നിനക്ക് ദൈവം തന്ന നിന്റെ പടകിലേക്ക് തിരിച്ചു കയറ്. നീ വീട് വിട്ട് ചുറ്റിക്കറങ്ങാതെ നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കയറ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് തിരിച്ചു കയറ്, നിന്റെ പഴയ ആത്മീക ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്. ആരെയോ പഴിചാരി നീ ആത്മീകത്തിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ, നീ ഉപേക്ഷിച്ച് പോകുന്നെങ്കിൽ, സ്വർഗം ഇന്ന് രാവിലെ നിന്നെ വട്ടം കയറി നിന്ന് തടഞ്ഞിട്ട് പറയുന്നു, നിന്നെ തിരിച്ചു കയറ്റുക പടകിലേക്ക്. നീ തിരിച്ചു കയറിയാൽ സ്വർഗം എന്നോട് പറയുന്നു, നീ തിരിച്ചു കയറിയാൽ പഴയ ശൂന്യതയല്ല, പഴയ സ്ഥിതിയല്ല, പഴയ എന്തൊക്കെ ചെയ്താലും വെറും പാഴ്വേലയാണ്, പാത്രം കമത്തി വെച്ച് വെള്ളം കോരുന്നത് പോലെയാണ് എന്ന തോന്നലുകളെ സ്വർഗം ഇന്ന് പാലക്കാലം ഇല്ലാതാക്കിയിട്ട് നീ ഒരു പ്രയോജനമായി മാറാൻ ആ തിരിച്ചു കയറലിനകത്ത് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്തോത്രം, ഹല്ലേലൂയ, ശീമോൻ പത്രോസ് തിരിച്ചു കയറി. എല്ലാവരും കൂടി കയറിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ വചനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വെറുതെ കുറേ കാര്യങ്ങൾ ചിന്തിക്കും. സ്തോത്രം, വെറുതെ വായിച്ചു വിടുകയല്ല. ആ ഭാഗത്ത് യേശു പറഞ്ഞു, ചിരേ സ്തോത്രം കരയിൽ നിന്ന് നീക്കാൻ പറഞ്ഞു. ഉടനെ ആ പടകിൽ പത്രോസിന്റെ കൂടെ 5 പേർ മുക്കുവന്മാരായി തൻ്റെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്നിരിക്കട്ടെ.
5 പേരും കൂടി തിരിച്ച് പടകിലേക്ക് കയറിയോ? കയറേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഇമാജിനേഷനിൽ. കാരണം പടകച്ചെരി നീക്കിയിട്ട് കൊടുത്താൽ മതിയല്ലോ, വേറെ പണിക്കൊന്നും പോവല്ലോ. അതുകൊണ്ട് പത്രോസ് മാത്രം ചിലപ്പോൾ കയറിയിട്ടൊരു കമ്പ് കൊണ്ട് ഊന്നി പടക് നീക്കിയിട്ട് കൊടുത്തു. പക്ഷെ എൻ്റെ വിചാരം, പടക് നീക്കിയിട്ട് കൊടുത്തിട്ട് പത്രോസ് ഇങ്ങ് ഇറങ്ങിപ്പോന്നില്ല. കർത്താവ് അവിടെ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരുന്നു, ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം ആ പടകിൽ തന്നെ പത്രോസ് തങ്ങി നിന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുമ്പോൾ സ്തോത്രം നിങ്ങൾക്ക് അങ്ങനെ തന്നെയാന്ന് മനസ്സിലാകുമെന്ന് വിചാരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം അത്രയും നേരം പടകിൽ നിന്നിറങ്ങാതെ പത്രോസ് അവിടെ തന്നെ, യേശു എത്ര നേരം സംസാരിച്ചു എന്നറിയില്ല. ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, 3-ാം വാക്യം, പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ച് തീർന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാം വാക്യം ആരംഭിക്കുന്നത്. അപ്പൊ എത്ര നേരം എടുത്തു സംസാരിക്കാൻ? എന്തായിരുന്നു അവിടെ സംസാരിച്ചത്? സ്തോത്രം, എത്ര സമയമെടുത്ത് സംസാരിച്ച സബ്ജക്റ്റ് ആയിരുന്നു ഒന്നും എനിക്കറിയില്ല. സ്തോത്രം, ചിലപ്പോൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ 15 മിനിറ്റോ എനിക്കറിയില്ല. എന്താണെങ്കിലും കുറേ നേരം സംസാരിച്ച് തീരുന്നത് വരെയും സ്തോത്രം തിരിച്ചു കയറിയ പത്രോസ് പടകിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെ അറിയാം? സ്തോത്രം, അടുത്ത വാചകം വായിച്ചാൽ അറിയാം. അടുത്ത വാചകം 4-ാം വാക്യം, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, അപ്പൊ അങ്ങേരെ അവിടെ ഉണ്ടല്ലോ, കരയിലല്ലോ. സ്തോത്രം, തിരിച്ചു കയറാൻ പറഞ്ഞു. തിരിച്ചു കയറി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പടക് നീക്കാൻ പറഞ്ഞു. നീക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പടകിൽ കയറിയവ പടകിൽ തന്നെയുണ്ട്. സ്തോത്രം, യേശു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശീമോനെ ഒന്നോടെ ഇതിനകത്ത് കയറിക്കേ എന്നല്ലല്ലോ പറഞ്ഞത്. ആ പടകിനകത്ത് നിൽക്കുന്ന ശീമോനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീനെന്ന് പറഞ്ഞു. സ്തോത്രം. അവിടെ സംഭാഷണം അതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളത് കൊണ്ട് വിടുകയാണ്. സ്തോത്രം. അപ്പോൾ ശീമോൻ ആ പടകിൽ തന്നെയുണ്ട്. തിരിച്ചു കയറി ഇറങ്ങിയവനെ തിരിച്ചു കയറ്റിയവനെ കർത്താവ് പറയാനുള്ളത് പറഞ്ഞ് തീരുന്നത് വരെ അവിടെ ഇരുത്തി. സ്തോത്രം. ഞാൻ ഒന്നോടെ പറയാം. സ്തോത്രം, നിന്റെ കൂടെ യോഗത്തിന് വന്നാലും ഈ ദൂതും വചനം ഒന്നും കേൾക്കാനിരിക്കാത്തവനെ സ്വർഗസ്ഥനായ ദൈവം അവൻ്റെ കൂടെ ഇരുത്താൻ, സംസാരിച്ച് കഴിയുന്നത് വരെ ഇരുത്താൻ വിശ്വസ്തനാണ്. കയറ്റിയവൻ അവിടെ ഇരുത്താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവിടെ ഇരുത്തിക്കഴിഞ്ഞിട്ടാണ് ശീമോനോട് പറയുന്നത്, സ്തോത്രം, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക മീൻപിടുത്തത്തിനായി. ശിവൻ പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചതാണ് രാത്രി, പക്ഷെ ഒന്നും കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ഇനി അടുത്ത വാചകമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. അപ്പം നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞു, 2 പടകാണ് കരയ്ക്ക് നിന്നത്. യേശു കണ്ടത് 2 പടകിനെ കണ്ടു. ഒരു പടകിലേക്ക് യേശു കയറിയോളൂ, ഒരു പടകിലാണ് പത്രോസും കയറിയോളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, പടക് നീക്കിയിടാൻ മെനക്കെട്ടത് പത്രോസാണ്. യേശു പറയുന്നത് മുഴുവൻ കേൾക്കുന്ന സമയം വരെയും അസ്വസ്ഥനാകാതെ കർത്താവിൻ്റെ കൂടെ ഇരുന്നത് പത്രോസാണ്. യേശു പറഞ്ഞു ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞപ്പോൾ അനുസരിച്ചത് പത്രോസാണ്. ഈ വലയെടുത്തപ്പോൾ അവിടെ ആരൊക്കെയോ കൂടെ സഹപ്രവർത്തകർ കൂടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അവരോട് ചേർന്ന് ആഴത്തിലേക്ക് വല എറിഞ്ഞത് ഈ പത്രോസാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ 7-ാമത്തെ വാക്യം ഒന്നോടെ നോക്കുക. സ്തോത്രം. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അപ്പം മറ്റേ പടക് ഇപ്പം എവിടെ കിടക്കുക? കരയെ തന്നെ കിടക്കുക. സ്തോത്രം. അവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല, അവർ ഈ പടക് വിട്ടുകൊടുത്തില്ല. ആ പടകിൽ സ്തോത്രം അവർ ഈ തുഴ ഊന്നിയില്ല, ആഴത്തിലേക്ക് നീക്കിയില്ല, ഒന്നും ചെയ്തില്ല. അവരാ കരയെ തന്നെ കിടക്കുക. സ്തോത്രം. ഒരു പടകുകാരൻ പത്രോസ് യേശുവിനെ അനുസരിച്ചപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ആ അനുസരണം ഒരു പടകിന് മാത്രമല്ല, ആ കരയിൽ കിടന്ന മറ്റേ പടകുകാരനും അനുഗ്രഹമാകുകയാണ്. സ്തോത്രം. ഇന്ന് പകല് ഞാൻ പറയാം, നിന്റെ വീട്ടിൽ നീ യേശുവിനെ അനുസരിച്ചാൽ, സ്തോത്രം, നിന്റെ വീട്ടിൽ നിന്റെ ഭവനത്തിൽ യോഗം നടന്നാൽ, നിന്റെ വീട്ടിൽ യേശു കയറിയാൽ, നിന്റെ വീട്ടിൽ കർത്താവ് സംസാരിച്ചാൽ, നിനക്ക് മാത്രമല്ല യേശു നോക്കിയിട്ട് ചില പടകിനെ കൂടി ഉന്നം വെച്ചിട്ട് നിന്റെ പടകിലേക്ക് യേശു കയറിയത് മറ്റേ പടകും കൂടി കണ്ടിട്ടാ കയറിയത്. ആ യേശു കണ്ട പടക് കൂടെ, ഹല്ലേലൂയ,
ഞാൻ ആത്മാവിൽ പറയാം, നിന്നെ കർത്താവ് കരയെന്നൊരൽപ്പം കൂടി നീങ്ങാൻ പറഞ്ഞപ്പോൾ, നിന്നോട് കർത്താവ് എൻ്റെ കൽപ്പന അനുസരിക്കാൻ പറഞ്ഞപ്പോൾ, നിന്നെ മാത്രമല്ല കണ്ടത്, നിന്റെ വീട്ടിൽ ആരെയൊക്കെയോ ദൈവം കണ്ടിട്ടുണ്ട്, നിന്റെ കൂടെ ആരെയൊക്കെയോ കണ്ടിട്ടുണ്ട്. ആ കരയിൽ നിന്ന് വേറെ ചില പടക് ദൈവം കണ്ടതുപോലെ യേശു കണ്ടിട്ടുണ്ട്. അവരെ കൂടെ ഇനി യേശു അല്ല വിളിക്കുന്നത് കേട്ടോ, യേശു അല്ല വിളിക്കുന്നത്. അനുഭവമുള്ളവർ മാടി വിളിക്കാൻ യേശുവിന്റെ നാമത്തിൽ കരയിൽ കിടക്കുന്ന ചിലരെ, ഇതെല്ലാം കണ്ടോണ്ട് നിരീക്ഷിക്കുന്ന ചിലരെ, അതിനേക്കാൾ മുമ്പ് യേശു ശ്രദ്ധിച്ച ചിലരെ മാടി വിളിക്കാൻ സമയമായി. യേശു നിന്നോട് പറയുന്നു, നീയാണ് വില മുടക്കിയത്, നീയാണ് കണ്ണുനീരൊഴുക്കിയത്, നീയാണ് പ്രാർത്ഥിച്ചത്, നീയാണ് വീട്ടിൽ യോഗം വെച്ചത്, നീയാണ് ഈ യോഗത്തിനൊക്കെ ഇരുന്നത്. പക്ഷേ നീ ദൈവത്തെ അനുസരിച്ചപ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുകയാ. ആ അത്ഭുതം നിന്നിൽ നിൽക്കത്തില്ല, നിനക്ക് മാടി വിളിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്കൊരു വിശാല ഹൃദയമുണ്ട്. ഇനി ആരും വേണ്ടെന്നല്ല, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെട്ടു, ഇനി ഒരുത്തനും രക്ഷപ്പെടരുതെന്നല്ല, ഇനി ഒരുത്തനും ഉപദേശി ആകരുതെന്നല്ല, ഇനി ഒരുത്തനും കൃപാവരം ഉണ്ടാകരുതെന്നല്ല. എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു, എന്നാൽ ഞാൻ നിമിത്തം, ഞാൻ പടക് വിട്ടുകൊടുത്തത് നിമിത്തം, ഞാൻ വല ഇറക്കിയത് നിമിത്തം, ഞാൻ യേശുവിനെ അനുസരിച്ചത് നിമിത്തം എനിക്ക് ചിലരെ മാടി വിളിക്കാൻ, എനിക്ക് ചിലരെ മാടി വിളിക്കാൻ. എത്ര പേര് കേൾക്കുന്നുണ്ട്? എനിക്ക് അഭിമാനത്തോടെ മാടി വിളിക്കാൻ ചില അനുഭവങ്ങളെ എൻ്റെ കർത്താവ് തരുന്ന ഒരു ഉപവാസമാണ് ഈ ജനുവരി മാസത്തിലെ ഉപവാസം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ആത്മാവ് നിങ്ങൾ ചിലരോട് വ്യക്തിപരമായി പറയുന്നു, ഇത്രയും നാളും നീ വിളിച്ചാൽ ചിലർ വരില്ലായിരുന്നു. അവർ ചോദിക്കുമായിരുന്നു, നിന്റെ ഗതി ഇതല്ലേ? നീ ശൂന്യമായി നിൽക്കുകയല്ലേ? നീ വണ്ടിക്കൂലിക്ക് കാശില്ലാതെ കിടക്കുകയല്ലേ? നീ പോയിട്ട് എന്തുണ്ടായി? നീ യേശുവിനെ വിളിച്ച് പടകി കയറ്റിയിട്ട് നിനക്കെന്ത് ഗുണം കിട്ടി? നീ പാപ്പരാകുകയല്ലേ ചെയ്തത്? നിനക്കെന്തുണ്ട് എന്ന് ചോദിച്ചു നിൽക്കുന്നവരുടെ നടുവിൽ നിനക്ക് അഭിമാനത്തോടെ അവരെ മാടി വിളിക്കാൻ, സാക്ഷ്യത്തോടെ മാടി വിളിക്കാൻ യേശു അത്ഭുതം ചെയ്യാൻ തുടങ്ങി. നിങ്ങളോട് വാ എന്ന് പറയാൻ. ഹല്ലേലൂയ. നിന്റെ മക്കളോട്, നിന്റെ ജീവിത പങ്കാളിയോട്, നിന്റെ ആങ്ങളയോട്, നിന്റെ സഹോദരനോട്, നിന്റെ അടുത്ത വീട്ടുകാരനോട്, നിന്റെ സഹപ്രവർത്തകനോട്, നിന്റെ സഹ ശുശ്രൂഷകനോട്, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു മിനിറ്റെങ്കിലും ആത്മ നിറവിൽ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ അധ്വാനിച്ചു, ഞാൻ പടക് വിട്ടു തന്നു, ഞാൻ കരഞ്ഞു, ഞാൻ ഉപവസിച്ചു, ഞാൻ വെള്ളം കുടിക്കാതെ കാത്തിരുന്നു. പക്ഷേ ഞാൻ നിമിത്തം ചില പടകോടെ നിറയാൻ പോകുകയാ, ഞാൻ നിമിത്തം ചിലരും കൂടി വിടുവിക്കപ്പെടാൻ പോകുകയാ. ചിലരോടെ യേശു നോക്കി വെച്ച, യേശു കണ്ടുവെച്ച ചിലരും കൂടെ എന്നിലൂടെ പോരാ, ചക്രിയോടെ സ്വത്രം പറഞ്ഞോണ്ട് എന്നിലൂടെ എന്റെ കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് ചില പടക് കൂടെ എന്റെ കർത്താവേ വെള്ളത്തിലേക്ക് ഇറങ്ങും, ആഴത്തിലേക്ക് ഇറങ്ങും. അവരെ കൂടി മാടി വിളിക്കാൻ. യേശുവിന്റെ നാമത്തിൽ 5-ാമത്തെ ദിവസം, ഉപവാസത്തിന്റെ 5-ാം ദിവസം, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ നിരാശപ്പെട്ട് ഇറങ്ങിപ്പോന്നവനാ, നീ ഈ മാർഗത്തിൽ വലിയ ഗുണമൊന്നുമില്ലെന്ന് പറഞ്ഞവനാ, നീ ഇനി മെനക്കെട്ടിട്ട് കഥയില്ല, എന്തിനാ ഉപവസിക്കുന്നേ, എന്തിനാ പ്രാർത്ഥിക്കുന്നേ എന്ന് ചോദിച്ച് നിരാശപ്പെട്ടവനാ. നിന്നെ എൻ്റെ യേശു തിരിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ, എന്നെ യേശു തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ചരിത്രമാകാൻ പോകുകയാ, ഇതൊരു സാക്ഷ്യമാകാൻ പോകുകയാ, ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒരു നിറവാകാൻ പോകുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സുണ്ട്, കർത്താവേ എനിക്ക് ചിലരെ മാടി വിളിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യ ദൈവമക്കളെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ വിളിച്ചാൽ അവർ പറയും, നീ പോയിട്ടൊരു ഗുണമില്ലാതെ പോയില്ലേ, പിന്നെ എന്തിനാ ഞങ്ങളെയും കൂടി വിളിക്കുന്നേ, മേലാ വിളിക്കരുതെന്ന്. എന്നാൽ എനിക്കൊരു സാക്ഷ്യം തരണം കർത്താവേ, എൻ്റെ കുഞ്ഞിനെ സാക്ഷ്യം തരണം അപ്പാ, അവരെ കൂടി മാടി വിളിക്കാൻ
എൻ്റെ വീട്ടിലെ യോഗത്തിന്, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവിൻ്റെ അടുക്കലേക്ക്, പരിശുദ്ധാത്മ നിറവിലേക്ക്, ദൈവത്തിൻ്റെ സഭയിലേക്ക്, എന്നെ രക്ഷിച്ചവൻ്റെ അടുക്കലേക്ക് എനിക്ക് ചിലരെ മാടി വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, അങ്ങനെ ഒരു മനസ്സുള്ളവർ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തിട്ട് പറ, എൻ്റെ കർത്താവേ, ഇങ്ങനെ ഒരു അനുഭവം ദൈവം എനിക്ക് തരണമേ, ദൈവം എനിക്ക് തരണമേ, ദൈവം എനിക്ക് തരണമേ. ഞാൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ഒരാളാണെന്ന് പറഞ്ഞല്ലോ. ഈ പത്രോസ് പടക ഇറക്കി കരയുന്ന ഒരുപാട് ദൂരമൊന്നുമല്ല. യേശു സ്തോത്രം പടകിൽ നിന്നുകൊണ്ട് പറയുന്നത് കരയിൽ നിന്നവർ കേട്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പത്രോസിനോട് പറയുന്നതൊക്കെ ഈ കരയിലെ പടകുകാരൻ കേട്ട് കാണും. അപ്പോൾ തോന്നിക്കാണയുടെ കടലുമായിട്ട് ബന്ധമില്ലാത്ത യേശു ദൈവമാണ്, കർത്താവാണെന്നൊന്നും ഈ കരയിൽ നിൽക്കുന്നവർക്ക് ഇപ്പം തുടങ്ങിയല്ലേ ഉള്ള യേശു. അപ്പം അവരത്രയൊന്നും വിശ്വസിക്കാൻ തുടങ്ങിയില്ലല്ലോ. അപ്പൊ കടൽ മുക്കുവരായ തഴമ്പിച്ച മുക്കുവര് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കടലിന്റെ സ്വഭാവം അറിയുന്ന അവര് രാത്രി മുഴുവൻ വീശിയിട്ടൊന്നും കിട്ടാതിരിക്കുമ്പോൾ പ്രഭാതത്തിൽ മീനെല്ലാം ഉറങ്ങുന്ന സമയം, വലയിൽ കയറാത്ത സമയം, ആ സമയത്ത് വല വീശാൻ പറയുന്ന ഈ പുത്തൻകൂറ്റുകാരൻ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ഒരു മണ്ടനെ പോലെ എങ്ങാണ്ടെന്നും വന്ന പരിഷ്കൃതനായിരിക്കുന്ന മനുഷ്യൻ വല വീശാൻ പറഞ്ഞപ്പോൾ ഈ മണ്ടൻ എന്ന് പറഞ്ഞാൽ മുക്കുവന്റെ ശ്രോത്രം തഴമ്പിച്ച മുക്കുവനാണ്, പരമ്പരാഗതമായ ശ്രോത്രം മുക്കുവനാണ്. ഞാൻ ഇന്ന് രാവിലെ ഏതോ പുസ്തകത്തിൽ വായിച്ചു, ശ്രോത്രം ഹല്ലേലൂയ, യോഹന്നാനേക്കാൾ ഒത്തിരി പ്രായം കൂടിയ ആളാണ് പത്രോസ് എന്ന്. യോഹന്നാൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു, യേശുവിൻ്റെ പ്രായക്കാരൻ, അതിനോട് സമകാലികന ആ കാലക്കാരനാണെന്ന്. എന്നുവെച്ചാൽ സീനിയറായിരിക്കുന്ന മുക്കുവൻ, വർഷങ്ങൾ പഴക്കമുള്ള കടലുമായി ബന്ധമുള്ളവനോട് എങ്ങാണ്ടെന്നും വന്ന ഒരുത്തൻ, അവർക്ക് യേശു ദൈവമാണെന്ന് അറിയില്ലല്ലോ, വല വീശാൻ പറഞ്ഞപ്പോൾ ഇവനെന്ത് മണ്ടത്തരമായി കാണിക്കുന്നതൊക്കെ കരയ്ക്ക് നിന്ന പടകുകാര് പറഞ്ഞുകൊണ്ടിരുന്ന് കാണും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതം കണ്ടു, വല കേറുന്നില്ല. കടലിൽ നിന്ന് പത്രോസ് ഒറ്റയ്ക്ക്, പത്രോസിന്റെ കൂടെ ആരോ ഉണ്ട്, അവര് വലിച്ചിട്ട് വല കേറുന്നില്ല അമ്മാമേ. അപ്പോഴാണ് കൈ കാട്ടി വിളിച്ചത്. മറ്റേ കരയിൽ യേശു കണ്ട മറ്റേ പടകുകാരൻ ഓർക്കുന്നോ? കർത്താവ് നോക്കിയിട്ട പടകുകാരനെ കൈകാട്ടി വിളിച്ചു, വാ, ഞങ്ങളെ കൊണ്ട് ഒറ്റക്കൊക്കുന്നില്ല. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, വലിയ ഉണർവുണ്ടാകാൻ പോകുകയാ. വലിയ ഉണർവുണ്ടാകാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം നീ യേശുവിനെ മര്യാദയ്ക്ക് അനുസരിച്ചാൽ, വിമർശിച്ച് നോക്കി നിൽക്കുന്നവർ, ഇവൻ എന്നായി കാണിക്കുന്നതെന്ന് പറഞ്ഞവർ, അന്തം വിട്ടു നിൽക്കുന്നവർ, അവരെ കൈകാട്ടി വിളിക്കാൻ നിനക്കൊറ്റയ്ക്ക് കൊയ്ത് തീർക്കാൻ പറ്റാത്ത വണ്ണം, നിനക്കൊറ്റയ്ക്ക് വലിച്ചു കയറ്റാൻ പറ്റാതെ വണ്ണം അത്രയും പെരുത്ത കൂട്ടത്തെ തരുവാൻ കഴിവുള്ളവനാണ് ഇന്ന് പടകിൽ കയറിയിരിക്കുന്നവൻ. വിശ്വസിക്ക്, നിനക്ക് ഒറ്റയ്ക്ക് കയറാൻ, ഒറ്റയ്ക്ക് വലിച്ചു കയറ്റാൻ കഴിയാതെ വണ്ണം കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം അതിരുകൾ നീ നിശ്ചയിക്കരുത്. ആത്മാവിന് അതിര് നിശ്ചയിക്കരുത്, വിശ്വാസത്തിന് അതിര് നിശ്ചയിക്കരുത്, നിന്റെ അകത്തെ ആത്മീകത്തിന് നീ അതിര് നിശ്ചയിക്കരുത്. അതിര് പൊളിച്ച് ആരാധിച്ച് ആത്മബലത്തോടെ പറ, കർത്താവേ, ഇതെന്റെ വീട്ടിൽ നടക്കാൻ പോവുകയാ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഒരാത്മീക വെളിപ്പാട് പറയാം. കേരളത്തിലെ മുക്കുവന്മാരെ കുറിച്ച് കേട്ടിരിക്കുന്ന കട്ട പരാതി ഇതാണ്: അവർ അക്വേറിയത്തിൽ നിന്ന് മീൻ പിടിക്കുന്നവരാണ്, അപ്പുറത്തെ ഒറ്റാലി കിടക്കുന്നതിനെ പിടിച്ചോണ്ട് പോകുന്നവരാണ്. എൻ്റെ സഭയെ നാളെ പിടിച്ചു, എൻ്റെ കൂട്ടത്തിൽ നിന്നവനെ കണ്ണ് കാണിച്ച് വിളിച്ചു എന്നുള്ള പരാതിയാണ് ഇന്ന് വരെ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം എന്നോട് പറയുന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്റെ സഭ നിറഞ്ഞിട്ട് അടുത്ത പടകുകാരന് ആത്മാക്കളെ അങ്ങോട്ട് കൊടുക്കത്തക്ക രീതിയിൽ സ്വർഗസ്ഥനായ ദൈവത്തിന് കാര്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ കഴിയുമെന്ന് ആത്മഭാരമുള്ളവരോട് ആത്മാവ് ദൂത് പറയുകയാണ്.
വിശ്വസിച്ചോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്ഥാനം നിലനിർത്താൻ, നിന്റെ സഭയെ നിലനിർത്താൻ നീ വല്ലവന്റെ സഭയുടെ ആത്മാക്കളെ പിടിക്കാൻ പോകണ്ട വരില്ല ബ്രദറെ. നീ വെറുതെ ഒറ്റാലി കിടക്കുന്നതിനെ തപ്പാൻ പോകണ്ട, അക്വേറിയത്തിൽ കൈയിടാൻ പോകണ്ട. നിന്റെ പടകിൽ യേശു കയറിയാൽ, നീ രണ്ടാമതൊന്നോടെ നിന്റെ വിളിയിലേക്ക് കയറിയാൽ, നിന്റെ കൃപയിലേക്ക് കയറിയാൽ, നിന്റെ ദർശനത്തിലേക്ക് കയറിയാൽ, ദൈവം നിന്നെ വിളിച്ച സ്വർഗീയ വിളിയിലേക്ക് നീ തിരിച്ചു കയറിയാൽ, നിന്റെ ആ പഴയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കയറിയാൽ, നിന്റെ ആ പഴയ ഉപവാസത്തിലേക്ക് കയറിയാൽ, നീ ഈ ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയ മറ്റതും മറിച്ചതൊക്കെയായി നടക്കുന്ന ഇടപാടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിന്റെ കൃപയിലേക്ക് കയറിയാൽ, നിന്റെ ദർശനത്തിലേക്ക് കയറിയാൽ, ഞാൻ ഇന്ന് പലക്കാലം പറയാം, നീ അടുത്ത പടകുകാരനെ കൂടെ കൈകാട്ടി വിളിച്ചിട്ട് ബ്രദറെ ഇവിടെ ആത്മാക്കളുണ്ട്, നീ ഇങ്ങോട്ട് വാ. ഹല്ലേലൂയ. ഇപ്പൊ കേരളത്തിൽ ഞാനോ നിങ്ങളോ പ്രവർത്തിക്കുന്നിടത്ത് വേറൊരു സഭക്കാര് ഒരു മുറി വാടകയ്ക്കെടുത്ത് യോഗം തുടങ്ങിയെന്ന് കേട്ടാൽ നമ്മൾ എതിർ പ്രാർത്ഥന തുടങ്ങും. നമ്മുടെ ചങ്കുരുകും, ഇവൻ എങ്ങനെയെങ്കിലും തിരിച്ചു പോണേന്നും പറഞ്ഞുകൊണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ കണ്ടത് അങ്ങനല്ല. ഇവിടെ ഭയങ്കര കൊയ്ത്തുണ്ട്. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കൈ കാട്ടി വിളിക്കുക. അവരൊറ്റയ്ക്ക് പിടിച്ചിട്ട് വല കയറുന്നില്ല. കർത്താവ് അനുഗ്രഹിച്ചാൽ ഇന്ന് പകൽക്കാലം പറയാം, സ്തോത്രം, നിന്റെ ചൂണ്ടയിടൽ നിർത്തിയിട്ട് നിനക്കൊറ്റയ്ക്ക് പിടിച്ച് കയറ്റാൻ കഴിയാത്ത രീതിയിലെ ആത്മീയ അനുഗ്രഹത്തിൻ്റെ നാളുകൾ എൻ്റെ കർത്താവ് തരട്ടെ. സ്വർഗത്തെ അനുസരിക്കാൻ, തിരിച്ചു പടകിൽ കയറാൻ, തിരിച്ച് ആത്മീയത്തിൽ വരാൻ, തിരിച്ച് ശുശ്രൂഷയിൽ കയറാൻ, തിരിച്ച് ദൈവകൃപയിൽ കയറാൻ, തിരിച്ച് നിന്റെ പടകിൽ കയറാൻ, യേശുവിനൊപ്പം കയറാൻ ആര് തയ്യാറാകുന്നു അവർക്കുള്ളതാണ് ഈ ദൂത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കൊന്നോടെ വായിച്ചാൻ പറ്റിയാൽ ഒരു വാക്യം കൂടി, 4-5 ഇതുപോലത്തെ വേദപുസ്തകത്തിൽ സ്തോത്രം, ആരോ അധ്വാനിച്ചു, ആരോ അനുസരിച്ചു, അത് നിമിത്തമുണ്ടായ അപാരമായിരിക്കുന്ന, കാഴ്ചക്കാർക്ക് പോലും ഉണ്ടാകുന്ന അസാധാരണമായിരിക്കുന്ന വിടുതലുകളെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 4-5 കൂട്ടം കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്തുണ്ട്. 1-2 കൂടി പറയാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? 5:7. ഒരു പത്രോസ് യേശുവിനെ അനുസരിച്ചപ്പോൾ, ഒരു പത്രോസ് തിരിച്ചു പടകിൽ കയറിയപ്പോൾ, ഒരു പത്രോസ് പടക് കരയിൽ നിന്ന് നീക്കിയപ്പോൾ, ഒരു പത്രോസ് ആഴത്തിലേക്ക് വലയെറിഞ്ഞപ്പോൾ, കരയിൽ കണ്ടു നിന്ന പടകുകാരനെ കൂടെ കൈകാട്ടി വിളിച്ചിട്ട് സ്തോത്രം അവനെ കൂടി അടുപ്പിച്ച് അവൻ്റെ പടക് നിറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒറ്റ വീശലിന് 2 പടക് നിറഞ്ഞു. ഞാനിങ്ങനെ പറയട്ടെ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്തോത്രം പോലും പറയാതെ ചുമ്മാ കണ്ണും മെഴിച്ചിരിക്കുന്ന ആൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് നിന്നെ നിറച്ചാൽ അങ്ങേരെ കൂടി നിറയ്ക്കാനുള്ള പണി ചെയ്യും. സ്തോത്രം. നിന്റെ വീട്ടിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ചിലരുണ്ടെങ്കിൽ അവരെ കൂടി കൈകാട്ടി വിളിക്കാൻ. ശൂന്യമായ പടകം കൊണ്ട് നീ വിളിച്ചാൽ വരില്ല, അവർ വിമർശിക്കും. സ്തോത്രം. പക്ഷെ ദൈവം നിന്നെ നിറയ്ക്കും. നിനക്ക് ചിലരെ വിളിക്കാൻ, നിന്റെ വീട്ടിലേക്ക് യോഗത്തിന് വിളിക്കാൻ, നിന്റെ കൂടെ ആരാധനയ്ക്ക് വിളിക്കാൻ, നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ, നിന്റെ കൂടെ ഒരു ആത്മീക കൊയ്ത്തിലേക്ക് വിളിക്കാൻ ദൈവമായിട്ട് അവസരം തരും. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളൊന്നോടെ ആ ദൂതിൻ്റെ കണ്ടന്റ് ഉള്ളിൽ കരുതുക. ഒരു പത്രോസ് കർത്താവിനെ അനുസരിച്ചു. അടുത്ത പടകുകാരൻ കൈ അനക്കിയിട്ടില്ല. അങ്ങേര് സ്തോത്രം തലക്കെട്ടും കെട്ടി മുക്കുവൻ്റെ രീതിയിൽ കടൽക്കരയിൽ തൻ്റെ പടകിലിരിക്കുക. ഇതൊക്കെ കണ്ടോണ്ട് ചുമ്മാ ഇരുന്നവൻ്റെയും പടക് നിറച്ചു ദൈവം. നമ്മളാരെങ്കിലും ഒരാൾ കർത്തൃസന്നിധിയിൽ ആത്മാർത്ഥമായി അധ്വാനിച്ചാൽ, ഒരു കടൽ തീരത്ത് ഇത് നടന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമായിരിക്കും പ്രാർത്ഥിക്കാനുള്ളൂ, നിങ്ങൾ മാത്രമായിരിക്കും ഉപവസിക്കാനുള്ളൂ. നിങ്ങൾ ഉപവസിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ചിലരെ കൂടി കർത്താവ് ഇതുപോലെ നിറയ്ക്കാതിരിക്കില്ല. ഞാൻ വേറൊരു സംഭവം പറയാം. വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം. ഇതൊക്കെ വളരെ പരിചിതമായ അധ്യായമാണ്. വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 16-ാം അധ്യായം, 16-ാം അധ്യായത്തിൻ്റെ 25-26 ഞാൻ വായിക്കട്ടെ. 25-26 16-ാം അധ്യായം.
അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിൽ ഒക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അറിയാവുന്ന ഭാഗമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തടുത്തുകൂട്ടി കൊണ്ടുവരുന്ന ആ ദൂതിൻ്റെ ട്രാക്കിലൂടെ ഈ വാക്കൊന്ന് ചിന്തിച്ച് നിങ്ങൾ, ആ കണ്ണാടിയിലൂടെ നിങ്ങൾ ഈ വാക്ക് കണ്ടേ. സ്തോത്രം. എല്ലാവരും തടവുകാരാണ്, എല്ലാവരും ധരിച്ചിരിക്കുന്ന ജയിൽ വസ്ത്രമാണ്, എല്ലാവരുടെയും കയ്യിൽ ചങ്ങലയുണ്ട്. ആമം എല്ലാവരുടെ കാലിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും വാതിൽ അടഞ്ഞു കിടക്കുക. ഈ കാരാഗ്രഹ വളപ്പിനകത്ത് എല്ലാവരും കൂടി ഒരു കൂട്ടപ്രാർത്ഥന നടത്തുന്നില്ല. രണ്ടുപേരെ പ്രാർത്ഥിക്കുന്നുള്ളൂ, രണ്ടുപേരെ ആരാധിക്കുന്നുള്ളൂ, രണ്ടുപേരെ മുറിവേറ്റുവെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുള്ളൂ. പക്ഷെ അവിടെ സംഭവിച്ചത്, രണ്ടുപേർ ആരാധിച്ചു. രണ്ടുപേർക്ക് വിടുതലുണ്ടായി എന്നല്ല, ഇവര് രണ്ടുപേരും നീറുന്ന ശരീരത്തോടെ ആരാധിക്കുമ്പോൾ മറ്റു പലരും നോക്കി നിൽക്കുമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു നിൽക്കുകയായിരുന്നു. സ്തോത്രം. ഇവരാരാധിച്ചപ്പോൾ കണ്ടു നിന്നവർക്ക് വിടുതലുണ്ടായി. കണ്ടു നിന്നവരുടെ ചങ്ങല പൊട്ടി, കണ്ടു നിന്നവരുടെ കാരാഗ്രഹം തുറന്നു, കണ്ടു നിന്നവരുടെ വാതിലുകൾ തുറന്നു. അവര് കടന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറകളായി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു ദൂത് പറയാം. ആത്മീകത്തിന് ഭയങ്കര വ്യാപനമുണ്ട്. വ്യാപനം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ അകത്തൊരു വിശ്വാസം കയറിയാൽ അത് നിന്റെ അകത്ത് നിൽക്കത്തില്ല. നിന്റെ അകത്തൊരു കൃപ കയറിയാൽ അതിങ്ങനെ മണ്ണെണ്ണ വിളക്ക് പോലെ അത് മാത്രം ജ്വലിച്ച് നിൽക്കത്തില്ല. നിന്റെ അകത്തൊരു കയറിയ ദൈവകൃപ അത് ചിലരെ കൂടി പൊട്ടിക്കും, ചിലരെ കൂടി അഴിച്ചുവിടും, ചിലരെ കൂടി അവരെ കൂടെ തുറന്നു വിടാനിടയാകും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മുറിവേറ്റാലും ആരാധിക്കാമെന്ന് എത്ര പേർ തീരുമാനിക്കും? അതിന് തുലാം ചുരുക്കം പേർക്ക് മാത്രമേ കൃപ ലഭിക്കുകയുള്ളൂ. അടിയേറ്റാലും ആരാധിക്കും, നിലത്തിട്ട് ചവിട്ടിയാലും ആരാധിക്കും. ചെയ്യാത്ത കുറ്റം ചുമത്തി, ചെയ്യാത്ത കുറ്റം ചുമത്തി ഞങ്ങളെ കള്ളനെന്ന് വിളിച്ചാലും ആരാധിക്കും. ഞങ്ങളുടെ കൈകാലുകൾ തല്ലി ഒടിച്ചാലും ആരാധിക്കും. കാലാമത്തിലിട്ട് പൂട്ടിയാലും ആരാധിക്കും. യേശുവിനെ ഞങ്ങൾ മറക്കില്ല. സ്തോത്രം. ഞങ്ങളുടെ വസ്ത്രം ഉരിഞ്ഞെടുത്താലും ആരാധിക്കും. ഞങ്ങളെ നിലത്തിട്ട് വലിച്ചാലും ആരാധിക്കും. ഞങ്ങളെ കള്ളരാക്കിയാലും ആരാധിക്കും. ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചാർത്തി ഞങ്ങളെ അകത്തടച്ചാലും ആരാധിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തീരുമാനമുള്ള ചിലർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഈ ജനുവരി മാസത്തിൽ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ തീരുമാനിക്കുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേരെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയും, നന്ദി പറയും. രണ്ടു തരം ആരാധനക്കാർ എല്ലാ കാലത്തും ദൈവസഭയ്ക്കകത്ത് കാണും. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് പരിശോധിച്ചോ, നിങ്ങൾ തന്നെ ഒന്ന് സ്കാൻ ചെയ്തു. രണ്ടു തരം ആരാധനക്കാർ ദൈവസഭയ്ക്കകത്ത് കാണും. ഒരു കൂട്ടർ എന്നും ജയം തന്നെയാണെങ്കിൽ, എന്നും സുഖമാണെങ്കിൽ, എന്നും എന്തെങ്കിലും ദൈവം തന്നുകൊണ്ടിരുന്നാൽ, കുഞ്ഞുങ്ങളെല്ലാം നല്ല പൊസിഷനിലാണെങ്കിൽ, അവരെന്നും നല്ല സ്ഥിതിയിലാണെങ്കിൽ, എന്നും നിങ്ങൾക്ക് നല്ല കാലമാണെങ്കിൽ, അന്നേരം സ്തോത്രം അകമിളകി ആരാധിക്കുന്നവർ. അങ്ങനെയുള്ളവർ സഭയ്ക്കകത്തിരിക്കട്ടെ. ഒരു തരംഗ അവരിറക്കി വിടുവൊന്നും വേണ്ട, അവരവിടെ ഇരിക്കട്ടെ. സ്തോത്രം. എന്നാൽ രണ്ടാമതൊരു കൂട്ടം ആളുകൾ ആരാധനക്കാരുണ്ട്. സ്തോത്രം. ദാവീദ് പറഞ്ഞതുപോലെ ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ മാത്രമല്ല, സ്തോത്രം, ഞങ്ങളുടെ വീട്ടിൽ നന്മ വരുമ്പോൾ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ ലോട്ടറി അടിക്കുമ്പോൾ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ കണ്ണുനീരുള്ളപ്പോഴും, ഞങ്ങളെ കള്ളനെന്ന് വിളിക്കുമ്പോഴും, ചെയ്യാത്ത കുറ്റം മുഴുവൻ നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴും, അവിടെയും ചങ്ങല കിലുക്കിക്കൊണ്ട് ആരാധിക്കാൻ
സ്തോത്രം, ഹല്ലേലൂയ. കയ്യാമങ്ങളെ കൈവീണകളാക്കി ദൈവാത്മാവിൽ ആരാധിക്കാൻ ആരൊക്കെ തയ്യാറായോ അവരുടെ ആരാധനയിൽ അവരുടെ വാതിലുകൾ മാത്രമല്ല, അവരുടെ ചങ്ങലകൾ മാത്രമല്ല, അവരുടെ അടുത്ത വീട്ടിലെ ചങ്ങല കൂടെ അവര് പൊട്ടിച്ചിട്ട് പുറത്തു വരികയുള്ളൂ. ഇന്ന് പകൽക്കാലം നിശ്ചയിക്ക് ബ്രദറെ, നിശ്ചയിക്ക് ബ്രദറെ, നീ ആരുടെ പക്ഷത്താണ്? എല്ലാം ഓക്കെ ആണെങ്കിൽ, എല്ലാം നല്ലതാണെങ്കിൽ, എന്നും നിന്റെ കയ്യിൽ പണം കിട്ടിക്കൊണ്ടിരുന്ന അങ്ങനെ സ്തോത്രം ചെയ്യുന്നവനാണെങ്കിൽ നീ ഒരു മൂലയിൽ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചരിത്രം തിരുത്തുന്നവർ, സാക്ഷികളാകുന്നവർ, മറ്റു ചിലരെ കൂടി വിടുവിക്കുന്നവർ, കാഴ്ചക്കാരുടെ പോലും ചങ്ങല പൊട്ടിക്കുന്നവർ, നോക്കി നിൽക്കുന്നവരുടെ ആമം തകർക്കുന്നവർ, അത് സങ്കടങ്ങളുടെ നടുവിലും ആരാധിക്കുന്നവരാണ്, ഇല്ലായ്മയുടെ നടുവിലും ആരാധിക്കുന്നവരാണ്. ശരീരം വടി കൊണ്ട് തല്ലി അടിച്ച് കീറിയിട്ട് അതിലൂടെ വേർപ്പ് തുള്ളികൾ എടുക്കുമ്പോൾ, ഉപ്പ് രസം കൊണ്ട് സ്തോത്രം നീറിപ്പുകയുമ്പോൾ, ഉന്നത കുലജാതനായ ഉത്തമ കുടുംബത്തിന്റെ പങ്കാളിയായിരുന്ന പൗലോസ് എന്ന ആ വലിയ മനുഷ്യൻ സ്തോത്രം അർത്ഥവസ്ത്രം ധരിച്ചുകൊണ്ട് അഭിമാനം കളഞ്ഞ് കർത്താവിന് വേണ്ടി സ്തോത്രം ഈ മാർസിഡോണിയയിൽ ഇവിടെ കടന്ന് ഈ ചന്തസ്ഥലത്ത് കടന്ന് വലിഞ്ഞഴയുമ്പോൾ അതൊന്നും ഒരു നിരാശയായി കാണാതെ അതിൻ്റെ നടുവിലും യേശുവിനെ ആരാധിച്ചവൻ, അവരാരാധിച്ചപ്പോൾ മറ്റ് ചിലർക്കും കൂടി വിടുതലായി. ഇന്ന് പകൽക്കാലം ഒരു അവസ്ഥ മാറ്റി മടങ്ങി പോകാമോ? നീ പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. നീ ഉപവസിക്കുന്നത് കൊണ്ട് നിനക്ക് മാത്രമല്ല ഗുണം. നീ കണ്ണുനീരൊഴുക്കുന്നത് കൊണ്ട് മറ്റു ചിലരോട് വിടുവിക്കപ്പെടും. നീ ദൈവത്തിങ്കൽ നിൽക്കുന്നത് കൊണ്ട് ചിലരെ കൂടി ദൈവം പുറത്തു കൊണ്ടുവരും. അവരുടെ വാതിലുകൂടെ തുറക്കും, അവരുടെ ആമം കൂടി തകരും. സ്തോത്രം. ഇനിയും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന തെളിവുകൾ ഇതിനേക്കാൾ ശക്തമാണ്. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് നാണം കെട്ടതും തല തകർന്നതുപോലെ അപമാനിക്കപ്പെട്ടതും കഴുമരം തീർക്കപ്പെട്ടതും സ്തോത്രം വിധി എതിരെ വന്നതൊക്കെ എസ്തേറും മൊർദെഖായും, ആ രണ്ടുപേരുമാണ് തീ തിന്നത്. സ്തോത്രം. പക്ഷേ ആ ഉപവാസത്തിന് ശേഷം എസ്തേറിനും മൊർദെഖായിക്കും മാത്രം ഒരു അനുഗ്രഹം കിട്ടിയെന്നല്ല. സ്തോത്രം. ഞാൻ 9-ാമത്തെ അധ്യായം എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് ഇപ്രകാരമാണ് വായിച്ചത്. 9-ാമത്തെ അധ്യായം 16-17 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 9-ാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. 16 മാത്രം വായിക്കാം, സമയം തീർന്നത് കൊണ്ട്. കണ്ണുനീരൊഴുക്കിയത്, കഴുമരത്തിന്റെ ചോട്ടിൽ ജീവൻ പണയപ്പെടുത്തി നിന്നത്, ഹാമാന്റെ കണ്ണിൽ കരടായി മാറിയത്, സ്തോത്രം നോട്ടപ്പുള്ളിയായത്, ഒറ്റുകൊടുക്കപ്പെട്ടത്, ഒരു പ്രത്യേക വേളയിൽ മനം തകർന്ന് വസ്ത്രം കീറി മണ്ണ് വാരി മോളിലേക്കിട്ട് തലമുടി പിച്ച് പറിച്ച് പട്ടണമധ്യത്തിൽ വാവിട്ട് നിലവിളിച്ചത് ഒരു മൊർദെഖായിയാണ്. സ്തോത്രം. ഉള്ളു തകർന്ന സ്തോത്രം ഒരു മനുഷ്യൻ ആകുലതയോടെ ഓടി എസ്തേറിനെ അറിയിച്ചു. അവന് നെഞ്ചുരുകി കരഞ്ഞു. അവരാണ് ത്യാഗം സഹിച്ചത്. 9-ാം അധ്യായത്തിലെത്തിയപ്പോൾ ഉപവസിച്ച അല്ലെങ്കിൽ കണ്ണുനീരൊഴുക്കിയ 2 പേർക്ക് മാത്രം ബഹുമാനം കിട്ടിയെന്നല്ല, 127 സംസ്ഥാനത്തിലെ സകല യഹൂദന്മാർക്കും പ്രകാശം ഉദിച്ചു. ഓ, ആ വാക്ക് കണ്ടോ? സകല യഹൂദന്മാർക്കും പ്രകാശമുണ്ടായി, സന്തോഷമുണ്ടായി, ആനന്ദമുണ്ടായി, ബഹുമാനമുണ്ടായി. ഇവരാണ് അപമാനിക്കപ്പെട്ടത്, ഇവരാണ് നിന്ദിക്കപ്പെട്ടത്, ഇവരാണ് ആട്ടിപ്പുറത്താക്കപ്പെട്ടത്, ഇവരുടെ മുമ്പിലാണ് നിയമങ്ങൾ വിലങ്ങുതടിയായത്, ഇവരുടെ തലയ്ക്കുമേതെയാണ് കഴുമരം ഉണ്ടാക്കിയത്. പക്ഷേ മറുപടി വന്നത് 2 പേർക്കല്ല, ആ കൊലയിലെ സകല യഹൂദന്മാർക്കും സ്വർഗം ബഹുമാനം കൊടുത്തു.
ഒരുത്തൻ അപമാനിക്കപ്പെട്ടപ്പോൾ സകലർക്കും ബഹുമാനം കൊടുത്തു. ഇന്ന് പകൽക്കാലം യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് നിന്റെ വീട്ടിൽ നീ ആയിരിക്കും നിന്ദിക്കപ്പെട്ടത്, നീ ആയിരിക്കും അപമാനിക്കപ്പെട്ടത്. നീ നിമിത്തം നിന്റെ വീട്ടിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൂടെ സ്വർഗം ബഹുമാനം കരുതി വെച്ചിട്ടുണ്ട്, പ്രകാശം കരുതി വെച്ചിട്ടുണ്ട്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ട, യേശു നിമിത്തം നിന്ദിക്കപ്പെട്ട നിനക്ക് ദൈവം കരുതി അല്ല, നിന്റെ ജാതിക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന പ്രകാശം എത്രയോ ശ്രേഷ്ഠമാണ്. ഇന്ന് രാവിലെ ഉപവാസത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്നു വിട്ടത്, സ്തോത്രം, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയരെ, സ്തോത്രം, ഒരു പത്രോസ് കടലിൽ കർത്താവിനെ അനുസരിച്ചു. അവൻ നിമിത്തം മറ്റ് ചിലരെ കൂടി മാടി വിളിക്കാനിടയായി. ഒരു പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടിയേറ്റ് ആരാധിച്ചു. അവൻ നിമിത്തം പലരുടെയും വാതിൽ തുറന്നു. ഒരു മൊർദെഖായി തീ തിന്ന് ജീവൻ പണയപ്പെടുത്തി കഴുമരത്തിന്റെ ചോട്ടിൽ ദൈവത്തിന് വേണ്ടി നിന്നു. അപമാനിക്കപ്പെട്ടു, നിന്ദിതനായി. അവൻ നിമിത്തം സകല യഹൂദന്മാരും ബഹുമാനിക്കപ്പെട്ടു.